ആദായകരമായി എങ്ങനെ മീൻ കൃഷി നടത്താമെന്ന് കാട്ടിത്തരികയാണ് തിരുവനന്തപുരത്ത് ഒരു യുവ കർഷകൻ. പൂഴിക്കുന്ന് സ്വദേശിയായ ഷിജുവാണ് മീൻ കൃഷിയിൽ വിജയം കൊയ്യുന്നത്. വീടിനോട് ചേർന്നുള്ള 25 സെന്റ് സ്ഥലത്താണ് ഷിജുവിന്റെ മീൻ കൃഷി. 2500 ലിറ്റർ കൊള്ളുന്ന 7 ടാങ്കുകളുണ്ട് ഇവിടെ. തിലാപ്പിയ, ആസാം വാള എന്നിവയാണ് വളർത്തുന്നത്. വല്ലാർപാടം, നെയ്യാർ ഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്. പെല്ലറ്റ് ഫുഡുകൾക്ക് പുറമെ ആസോള, മരച്ചീനി, ഇല, ചേന ഇല തുടങ്ങിയവയും ഇവയ്ക്ക് ഭക്ഷണത്തിനായി നൽകും. വിഷരഹിത മീൻ വേണ്ടവർക്ക് ഇവിടെ നിന്ന് ജീവനോടെ തന്നെ മീൻ വാങ്ങാനും കഴിയും. കൃഷി പൊതുവെ നമ്മൾ നഷ്ടമെന്നാണ് പറയുന്നതെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഒരു ആനന്ദം, ആദായം, ആഹാരം. ഓക്കെ, അപ്പോൾ ആഹാരത്തിനാണ് നമ്മൾ മെയിനായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിക്കാനാണ് മലയാളി ഇപ്പോൾ ധൃതി വെച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഡിമാൻഡ്, അതായത് നമുക്ക് ജീവനോടെ മീൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഡിമാൻഡ് എവിടെയാണ് അവിടെ കൂടുന്നത്. അപ്പം നമുക്ക് വിഷരഹിതമായ ആഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ തിരക്ക് ഉറപ്പായും കസ്റ്റമേഴ്സ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് അനുസരിച്ച് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഈ ഒരു കൃഷി വീട്ടിലെങ്കിലും ചെറുതായിട്ട് തുടങ്ങി നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. KSRTC ജീവനക്കാരൻ സിജു കോവിഡ് കാലത്താണ് മീൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഇസ്രായേലിയൻ ടെക്നോളജി അനുസരിച്ചുള്ള കൃഷിരീതിയാണ് നടപ്പാക്കുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. മീനുകൾ മാത്രമല്ല, മുട്ടക്കോഴികളും പശുവുമൊക്കെ സിജുവിന്റെ ഈ ചെറിയ ഫാമിൽ വളരുന്നു. ഇന്നത്തെ ഒരു ആഹാര രീതി അനുസരിച്ച് വിഷം കലർന്ന മത്സ്യങ്ങളാണ് എപ്പോഴും നമുക്ക് ചന്തകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈവായിട്ട് മാത്രമേ മീൻ കൊടുക്കത്തുള്ളൂ. ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളത്തിൽ നിന്ന് കോരി ജീവനോടെയാണ് മീൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റ് എപ്പോഴും കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടെത്തുന്നുണ്ട്. അതായത് നമ്മുടെ കടകൾ, ഹോട്ടലുകൾ, അവർക്കൊക്കെ നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലാഭകരത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അധ്വാനിക്കാനുള്ള മനസ്സും പരിപാലിക്കാനുള്ള ക്ഷമതയും കൈമുതലായി ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്കും യുവാക്കൾക്കും പരീക്ഷിക്കാമെന്ന് സിജു പറയുന്നു. News 18 തിരുവനന്തപുരം.